ആദ്യ പുസ്തകം അധ്യായം 36. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. ഏദോം എന്ന ഏശാവിൻ്റെ വംശപാരമ്പര്യം ഇതാണ്. ഏശാവ് കനാന്യ സ്ത്രീകളിൽ നിന്ന് ഹിത്യനായ ഏലൂൻ്റെ മകൾ ആദായെയും ഹിവ്യനായ സെബവുവിൻ്റെ മകൻ അനോയുടെ പുത്രി ഒഹ്ലീബാമയെയും ഇസ്മായേലിൻ്റെ മകളും നബിയൂദിൻ്റെ സഹോദരിയുമായ ബാസമത്തിനെയും ഭാര്യമാരായി എടുത്തു. ആദാ ഏശാവിനെ എലീഫസിനെയും ബാസമത്ത് റാഫൂയേലിനെയും ഒഹ്ലീബാമയാവൂഷിനെയും യാലോനെയും കുറോഹിനെയും പ്രസവിച്ചു. കനാൻ ദേശത്ത് വച്ച് ഏശാവിന് ജനിച്ച മക്കൾ ഇവരാകുന്നു. ഏശാവ് തൻ്റെ ഭാര്യമാരെയും പുത്രന്മാരെയും പുത്രിമാരെയും തൻ്റെ വീട്ടിൽ ഉള്ള ആളുകളെയും എല്ലാം വളർത്തു മൃഗങ്ങളെയും കനാനിൽ താൻ നേടിയ സകല സമ്പാദ്യവുമായി തൻ്റെ സഹോദരൻ യാക്കോബിൻ്റെ അടുത്ത് നിന്ന് സേയീർ ദേശത്തേക്ക് പോയി. എന്തെന്നാൽ അവർക്ക് ഒരുമിച്ച് താമസിപ്പാൻ കഴിയാതെ വണ്ണം അവരുടെ ആടുമാടുകൾ വർദ്ധിച്ചിരുന്നു. അവരുടെ ആടുമാടുകൾ നിമിത്തം അവർ പ്രവാസം ചെയ്തിരുന്ന ദേശത്തിന് അവരെ വഹിച്ചുകൂടായിരുന്നു. ഏശാവ് സേയീർ പർവ്വതത്തിൽ താമസമാക്കി. ഏശാവ് തന്നെ ഏദോം സേയീർ പർവ്വതത്തിലുള്ള ഏദോമ്യരുടെ പിതാവായ ഏശാവിൻ്റെ വംശപാരമ്പര്യം ഇതാകുന്നു. ഏശാവിൻ്റെ പുത്രന്മാരുടെ പേരുകൾ ഇവ. ഏശാവിൻ്റെ ഭാര്യ ആദായുടെ മകൻ എലീഫസ്. ഏശാവിൻ്റെ ഭാര്യ ബാസമത്തിൻ്റെ മകൻ റെവൂയേൽ. എലീഫസിൻ്റെ പുത്രന്മാർ തേമാർ, ഓമാർ, സെഫോ, ഗത്താം, കെനസ്. എലീഫസിൻ്റെ വെപ്പാട്ടിയായിരുന്ന തംന അമാലേക്കിനെ പ്രസവിച്ചു. ഇവർ ഏശാവിൻ്റെ ഭാര്യ ആദായുടെ പുത്രന്മാർ. റെവൂയേലിൻ്റെ പുത്രന്മാർ ഇവർ ഏശാവിൻ്റെ ഭാര്യ ആദായുടെ പുത്രന്മാർ. റെവൂയേലിൻ്റെ പുത്രന്മാർ നഹത്ത്, സേറഹ്, ഷമ്മ, മിസ്സ. ഇവർ ഏശാവിൻ്റെ ഭാര്യ ബാസമത്തിൻ്റെ പുത്രന്മാർ. സബയോന്റെ മകൻ അനയുടെ പുത്രി ഒഹ്ലീബാമ എന്ന ഏശാവിൻ്റെ ഭാര്യയുടെ പുത്രന്മാർ. അവൾ ഏശാവിന് യെയൂഷ്, യലാം, കൂരഹ് എന്നിവരെ പ്രസവിച്ചു. ഏശാവിൻ്റെ പുത്രന്മാരിലെ പ്രഭുക്കന്മാർ ആരെന്നാൽ ഏശാവിൻ്റെ ആദ്യജാതൻ എലീഫസിൻ്റെ പുത്രന്മാർ തേമാർ പ്രഭു, ഓമർ പ്രഭു, സെഫോ പ്രഭു, കെനസ് പ്രഭു, കുറഫ് പ്രഭു, ഗത്താം പ്രഭു, അമാലേക്കു പ്രഭു. ഇവർ ഏദോം ദേശത്ത് എലീഫസിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാർ. ഇവർ ആദായുടെ പുത്രന്മാർ. ഏശാവിൻ്റെ പുത്രനായ റെവൂയേലിൻ്റെ പുത്രന്മാർ നഹത്ത് പ്രഭു, സേറഹ് പ്രഭു, ഷമ്മ പ്രഭു, മിസ്സ പ്രഭു. ഇവർ ഏദോം ദേശത്ത് റെവൂയേലിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാർ.
ഇവർ ഏശാവിൻ്റെ ഭാര്യ ബാസമത്തിൻ്റെ പുത്രന്മാർ. ഏശാവിൻ്റെ ഭാര്യ ഒഹലിബാമയുടെ പുത്രന്മാർ യയൂഷ് പ്രഭു, യലാം പ്രഭു, കൂറഹ് പ്രഭു. ഇവർ അനയുടെ മകളായി ഏശാവിൻ്റെ ഭാര്യ ഒഹലീബാമയിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാർ. ഇവർ ഏദോം എന്നു പേരുള്ള ഏശാവിൻ്റെ പുത്രന്മാരും അവരിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാരുമാകുന്നു. ഹൂര്യനായ സേയീറിൻ്റെ മക്കളും ആ ദേശനിവാസികളുമായിരുന്നവർ ഇവരാകുന്നു: ലോതാൻ, ശോബാൽ, സബയോൻ, അന, ദീശോൻ, ഏസർ, ദീശാൻ. ഇവർ ഏദോം ദേശത്ത് സേയീറിൻ്റെ മക്കളായ ഹൂര്യപ്രഭുക്കന്മാർ. ലോതാറിൻ്റെ പുത്രന്മാർ ഹോരിയും ഹേമാമുമായിരുന്നു. ലോതാറിൻ്റെ സഹോദരി തമ്ന. ശോബാലിൻ്റെ പുത്രന്മാർ അൽവാൻ, മനകത്ത്, എബ്രാൽ, ഷേഫോ, ഓനാം. സബയോന്റെ പുത്രന്മാർ അയ്യാവും അനാവും ആയിരുന്നു. മരുഭൂമിയിൽ തൻ്റെ അപ്പൻ സബയോന്റെ കഴുതകളെ മേയിക്കുമ്പോൾ വെള്ളം കണ്ടെത്തിയ അനാ ഇവനാകുന്നു. അനാവിൻ്റെ മക്കൾ ദീശോൻ, ഒഹലീബാമ. ദീശോന്റെ പുത്രന്മാർ ഹംറോൻ, എഷ്ബാൻ, ഇത്രോൻ, കെറോൻ. ഏസറിൻ്റെ പുത്രന്മാർ ബിൽഹാൻ, സവാൻ, അക്കാൻ. ദീശോന്റെ പുത്രന്മാർ ഊസ്, അറാൻ, ഹൂര്യ പ്രഭുക്കന്മാർ. ലോതാൻ പ്രഭു, ശോബാൽ പ്രഭു, ഏസർ പ്രഭു, ദീശോൻ പ്രഭു. സേയീർ ദേശത്ത് ഉണ്ടായിരുന്ന ഹൂര്യപ്രഭുക്കന്മാർ ഇവരാകുന്നു. ഇസ്രായേൽ മക്കൾക്ക് രാജഭരണം ഉണ്ടാകും മുമ്പ് ഏദോം ദേശം ഭരിച്ച രാജാക്കന്മാർ ആരെന്നാൽ: ബെയോരിൻ്റെ മകനായ ബോല. ഏദോമിൽ ഭരണം നടത്തിയവൻ്റെ പട്ടണത്തിന് ദേഹാബ് എന്ന് പേര്. ബോല മരിച്ച ശേഷം ബൂസാറിൽ നിന്നുള്ള സോരഹിൻ്റെ മകൻ യൂബോബ് ഭരിച്ചു. യൂബോബ് മരിച്ച ശേഷം തിമ്നാ ദേശത്തു നിന്നുള്ള ഹശും ഭരിച്ചു. ഹശും മരിച്ച ശേഷം ബോദോമിൻ്റെ മകൻ ഹോദോദ് ഭരിച്ചു. ഹോദോദ് മരിച്ച ശേഷം മാസർക്കോയിൽ നിന്നുള്ള സംലോ രാജ്യഭരണം നടത്തി. സംലോ മരിച്ച ശേഷം ആറ്റരികത്തെ റഹ്ബോത്തിൽ നിന്നുള്ള ഷാവൂൽ ഭരിച്ചു. ഷാവൂൽ ഭരിച്ച ശേഷം അബാക്കൂർക്കാരനായ ബെൽഹാനൻ ഭരിച്ചു. ബെൽഹാനൻ മരിച്ച ശേഷം ഹോദോദ് രാജ്യം ഭരിച്ചു. അവൻ്റെ പട്ടണത്തിൽ പാവു എന്ന് പേര്. അവൻ്റെ ഭാര്യയുടെ പേര് മഹത്ബോയേൽ. അവൾ മിസ്സാഹാബിൻ്റെ മകൻ മത്രീദിൻ്റെ പുത്രിയാകുന്നു. കുലം കുലമായും കുടുംബം കുടുംബമായും പേരുപേരായും ഏശാവിൻ്റെ പ്രഭുക്കന്മാരുടെ പേരുകൾ: തമ്ന പ്രഭു, അൽവാ പ്രഭു, ആയാത്തിത്ത് പ്രഭു, അഹലിബാമ പ്രഭു, ഈലോ പ്രഭു, പീനൂൽ പ്രഭു, കനസ് പ്രഭു, തൈമാൻ പ്രഭു, മപ്സാർ പ്രഭു, മഗ്ദീൽ പ്രഭു, ഗീറാം പ്രഭു. തങ്ങളുടെ അവകാശദേശത്ത് വാസസ്ഥലങ്ങളിലും വാണയ
ഏതോമ്യ പ്രഭുക്കന്മാർ ഇവരാകുന്നു ഏതോമ്യരുടെ പിതാവ് ഏശാവ് തന്നെ. ദൈവമേ സ്തുതി നൽകി യോഗ്യമാവുന്നു. പാർക്കുമോർ.